ലാ യകുൻ അഹദുക്കും കൽ അബ്ദി സൂഇ ഇൻ ഖാഫ അമില വലാ കൽ അജീരി സൂഇ ഇല്ലം യുഅത്തൽ അജ്റ ലം യഅമൽ. ഇബാദത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് മഹാനവറുകൾ പറയുന്നത്. ഇബാദത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാ യകുൻ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരും ആയിക്കൂടാ, കൽ അബ്ദി സൂഇ, സ്വഭാവം മോശമായ ഒരടിമയെ പോലെ ആവരുത്. മോശ സ്വഭാവക്കാരനായ ഒരടിമയെപ്പോലെ നിങ്ങൾ ആരും ആവരുത്. അവൻ്റെ സ്വഭാവം എന്താണ്? ഇൻ ഖാഫ, യജമാനിൽ നിന്ന് വല്ല ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് അവൻ ഭയപ്പെട്ടാൽ, യജമാനിൽ നിന്ന് വല്ല ശിക്ഷാ നടപടികളും ഉണ്ടാകും എന്ന് ഭയം അവനക്ക് വന്നാൽ അമില, അവൻ പണിയെടുക്കും. അതല്ല, യജമാൻ്റെ പക്കൽ നിന്ന് ശിക്ഷാ നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടാൽ അവൻ പണി മുടക്കും ചെയ്യും. അപ്പോൾ പണിയെടുക്കണമെങ്കിൽ അവൻ്റെ മാനദണ്ഡം യജമാനൻ്റെ പക്കൽ നിന്ന് ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പേടിയാണ് അവനക്ക് പണിയെടുക്കാനുള്ള മാനദണ്ഡം. അങ്ങനെ നിങ്ങളാകരുത്. വലാക്കൽ അജീരി സൂഇ, ഒരു മോശം സ്വഭാവക്കാരനായ ഒരു കൂലിക്കാരനെ പോലെയും നിങ്ങളാകരുത്. മോശം സ്വഭാവക്കാരനായ കൂലിക്കാരൻ, ഇല്ലം യുഅത്ത, അവനക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ലം യഅമൽ, അവൻ അമൽ ചെയ്യൂല. കൂലിക്കാരൻ, കൂലിക്ക് വിളിച്ച ആൾക്ക് നമ്മൾ കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ ഓനെ അമൽ ചെയ്യൂല. മോശ സ്വഭാവക്കാരനായ അടിമ, ആ അടിമ എന്തെങ്കിലും ശിക്ഷാ നടപടി പേടിക്കാതിരുന്നാൽ ഓനെ അമൽ ചെയ്യൂല. ഈ രൂപത്തിലാകരുത് നിങ്ങളുടെ ഇബാദത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നിട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കരുത് ഇബാദത്ത് ചെയ്യുന്നതെന്നർത്ഥം. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കരുത്. പ്രതീക്ഷിക്കുന്നതിന് വിരോധമില്ല. ഇബാദത്തിൻ്റെ പൂർണ്ണ രൂപം അങ്ങനെയാണ്. അള്ളാഹു ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുമെന്നുള്ള പേടിയും ഇത് രണ്ടും കൊണ്ടിട്ടും ആവരുത് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ നരകത്തിലിട്ട് ശിക്ഷിക്കും, ഖബറിൽ അദാബുണ്ടാകും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവൻ്റെ ഇബാദത്തിൻ്റെ മാനദണ്ഡം അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാകണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാകണം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുക നോക്കുമ്പോൾ അതൊരു കൂലിപ്പണിക്കാരൻ്റെ മാതിരിയായി. കൂലിപ്പണിക്കാരനൊക്കെ പ്രതിഫലം കൊടുക്കാൻ നമുക്ക് പണിയെടുക്കില്ലല്ലോ. അങ്ങനെയാകരുത്. അള്ളാഹിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ നരകത്തിലിട്ട് ശിക്ഷിക്കുക പോലത്തെ അത് പേടിച്ചുകൊണ്ടോ ആവരുത് ഇബാദത്ത് ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഇബാദത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം. ഇപ്പോൾ ഇദാ വഖഅത്തി സൂറത്ത് മഗ്രിബിന് ശേഷം ഓതുന്ന പതിവ് നമുക്കൊക്കെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ദാരിദ്ര്യം ഇല്ലാതിരിക്കുവാൻ, വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കുവാൻ ഇദാ വഖഅത്തി സൂറത്തുൽ വാഖിഅ നമ്മൾ ഓതും. അവിടെ പറഞ്ഞത് ദാരിദ്ര്യം ഇല്ലാതെയാകണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഓതുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഉദ്ദേശം ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. ആ ഉദ്ദേശം ഉണ്ടാവേണ്ടതാണ്. നമ്മളോട് കൽപ്പിച്ചു എന്നത് മാത്രം. നമ്മോടെന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് നിർവഹിക്കുന്നു, ഇത്ര മാത്രം. മറ്റ് ഒരു ഉദ്ദേശം, ഐഹികമായ ഉദ്ദേശമോ പാരത്രികമായ ഉദ്ദേശമോ ഒന്നും ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്നല്ല. സ്വർഗം ചോദിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചോളൂ. അപ്പോൾ സ്വർഗം ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് കൊണ്ട് ആ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വർഗം ചോദിക്കുന്നു. സ്വർഗീയമായ സുഖങ്ങളും ആഡംബരങ്ങളും അല്ല ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം. ഔലിയാക്കന്മാരായ ആളുകളൊക്കെ അവർ സ്വർഗം ആഗ്രഹിക്കുന്നത് അള്ളാഹിൻ്റെ പൊരുത്തം അവിടെ ആയതുകൊണ്ടാണ്. നമ്മൾ എന്തുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി സ്വർഗം കുറേ സുഖിക്കാനുള്ള സ്ഥലം ആയതുകൊണ്ട് എന്നല്ല.
അള്ളാഹിൻ്റെ പൊരുത്തമുള്ളത് സ്വർഗത്തിലാണ്. അള്ളാഹിൻ്റെ പൊരുത്തം സ്വർഗത്തിലായതുകൊണ്ടിട്ടാണ് നാം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ഔലിയാക്കന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കലാണെങ്കിൽ ഞാൻ നരകത്തിൽ പോയിക്കോളാം, എനിക്കൊരു വിരോധമൊന്നുമില്ല. അള്ളാഹ്ക്കെന്താ പൊരുത്തം അത്. മഹാനായ അബൂ ത്വാലിബിൽ മക്കി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഹദ്ദസു അൻ അലി ഇബ്നുൽ മുവഫഖ്, അലി ഇബ്നുൽ മുവഫഖ് എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ, ഖാല റഅയ്തു ഫിൻ നൗമി, ഞാൻ ഉറക്കത്ത് കണ്ടു, കഅന്നി ഉദ്ഖിൽതുൽ ജന്നത, കഅന്നി ഉദ്ഖിൽതുൽ ജന്നത, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ കണ്ടു. അങ്ങനെയൊക്കെ ഔലിയാക്കന്മാരായ ആൾക്കാർക്കുണ്ടാവും. ഇപ്പം ഇന്നലെ ഒരാൾ വിളിച്ചിട്ടൊരു വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതായ ഒരു അവസ്ഥ അദ്ദേഹം പറയുണ്ടായി. അതിനൊക്കെ അർഹനായ ആൾ തന്നെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അവസരം നൽകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ, മുഹീദ്ദീൻ ശൈഖിനെ കാണാൻ, ഇങ്ങനെ നല്ല നല്ല മഹാന്മാരായ ആളുകളെ കാണാനും അവരുമായി സംസാരിക്കാനും, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും, ചിലപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ സ്വപ്നത്തിലൂടെ കഴിക്കാനൊക്കെയുള്ള അവസരങ്ങൾ അങ്ങനെയൊക്കെ അള്ളാഹു നൽകും. അപ്പോൾ ഇതിൽ അലി ഇബ്നുൽ മുവഫഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു കഅന്നി ഉദ്ഖിൽതുൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുപോലെ. ഫറഅയ്തു, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതുപോലെ കണ്ടിട്ട് ഞാൻ സ്വർഗത്തിൽ വെച്ച് റജുലിനെ കണ്ടു, ഖാഇദൻ അലാ മാഇദത്തിൻ, ഒരു സുപ്രൻ്റെ മേലിൽ, സുപ്രക്കരികിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുന്നു. വ മലക്കാനി അൻ യമീനിഹി വ ഷിമാലിഹി, അദ്ദേഹത്തിനക്ക് സംരക്ഷണമായിക്കൊണ്ട് വലതുഭാഗത്തും മലക്കുണ്ട്, ഇടതുഭാഗത്തും മലക്കുണ്ട്. അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോ മലക്കുകളുണ്ട്. അങ്ങനെ ഞാൻ കണ്ടു. യുൽഖിമാനിഹി, ഈ രണ്ട് മലക്കുകൾ ആ സുപ്രൻ്റെ വിവിധ വശങ്ങളിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ എടുത്ത് ഈ മനുഷ്യർക്ക് തന്നെ കൊടുക്കണം. അയാൾ സുപ്രൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ്, ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അയാളിങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് മലക്ക് അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ഒരു വേണ്ടതൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, അത് ബഹുമാനത്തോടുകൂടെ അല്ല എടുത്തിട്ട് കൊടുക്കൽ, ഇയാൾക്ക് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. മിൻ ജമീഇ ത്വയ്യിബാത്തി വഹുവ യഅ്കുലു, അദ്ദേഹം നന്നായി ഭക്ഷിക്കണമുണ്ട്. വറഅയ്തു റജുലൻ, വേറൊരാളെ ഞാൻ കണ്ടു, ഖായിമൻ അല ബാബിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, യതസഫഹു ഉജൂഹ ഖൗമിൻ ഫയുദ്ഖിലു ബഅദുഹും അൽ ജന്നത്ത വയുറദ്ദു ആഖരീൻ. അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിൽ അങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ മുസാഫഹത്ത് ചെയ്ത് സ്വീകരിച്ചുകൊണ്ട് കുറേ ആൾക്കാർ സ്വർഗത്തിൽ കടത്തി വിടുന്നുണ്ട്, വേറെ ചില ആൾക്കാരെ മടക്കി വിടുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ടു. സുമ്മ ഖാല ജാവസ്തുഹുമാ ഇലാ ഹദീറിൽ ഖുദ്സ്, പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദാത്തിൻ്റെ സാന്നിധ്യമുള്ള, അള്ളാഹു ആ സ്ഥലത്താണ് അപ്പോൾ ആ സാന്നിധ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹദീറത്തുൽ ഖുദ്സ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദാത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യമുള്ള അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഫറഅയ്തു ഫീ സുറാദിഖാത്തിൽ അർശി, അർശിൻ്റെ മുറ്റങ്ങളിൽ ഞാൻ കണ്ടു, റജുലൻ ഖദ് അഷ്ഖസ ബി ബസരിഹി യൻദുറു ഇലല്ലാഹി തആല, അള്ളാഹുലേക്ക് തന്നെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അള്ളാഹുലേക്ക് തന്നെ. അപ്പോൾ അള്ളാഹുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന, അത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ആ കോലം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിനെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഒരാൾ. ലാ യത്രിഫു, വേറൊരുക്കും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, അള്ളാഹിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഫഖുൽതു ലിറിദ്വാന, അപ്പോൾ റിദ്വാൻ എന്ന മലക്കിനോട് ഞാൻ ചോദിച്ചു. റിദ്വാൻ എന്ന് പറഞ്ഞാൽ സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേരാണ് റിദ്വാൻ. സ്വർഗത്തിനെ കാക്കുന്ന മലക്കാക്കുന്ന റിദ്വാനോട് ഞാൻ ചോദിച്ചു, മൻ ഹാദ, ആരാ ഇയാൾ, ഈ ആൾപ്പാരാ? ജല്ലജലാലുവായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ആ സാമീപ്യത്തിൽ അള്ളാഹുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളാരാ? ഫഖാല ഹുവ മഅറൂഫുൽ ഖർഹി,
മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രസിദ്ധനായ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. ഈജിപ്തിലാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനുള്ള, ഈജിപ്തിലല്ല, ഇറാഖിലാണ് മഹാനവറുകൾക്കുള്ള ഖബർ. വലിയ മഹാനാണ്. ആ മഹാനവറുകളാണ് അള്ളാഹനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അബദല്ലാഹ തആല ലാ ഖൗഫൻ മിൻ നാരിഹി വലാ ശൗഖൻ ഇലാ ജന്നത്തിഹി ബൽ ഹുബ്ബൻ ലഹു. മൂന്നാൾക്കാരെ കണ്ടതിൽ ഒരാൾ സ്വർഗത്തിലെ ഭക്ഷണം ഇങ്ങനെ മലായിക്കത്ത് ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഒരാൾ സ്വർഗത്തിൻ്റെ പാറാവുകാരനായിട്ട് ഗേറ്റ് കീപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ അത്യുന്നതമായ സ്ഥലത്ത് അള്ളാഹുമായി മുനാജാത്തിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മഅറൂഫുൽ ഖർഖിക്ക് ഈ ഒരു സ്ഥാനം അള്ളാഹ് നൽകിയത് എന്താണ്? നമുക്കൊരു നിമിഷം കിട്ടിയ മതിയായിരുന്നു, ഒരു നിമിഷം, ഒറ്റ നിമിഷം. ആ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് സ്ഥാനം കിട്ടിയ അതിന് ഇതേ പറഞ്ഞു, അബദല്ലാഹ, അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തു, ലാ ഖൗഫൻ മിൻ നാരിഹി, അള്ളാഹുവിൻ്റെ നരകത്തെ തൊട്ട് പേടിക്കാതെ, നരകത്തെ തൊട്ട് പേടിയുണ്ടായിട്ടല്ല ഇബാദത്ത് ചെയ്തത്. വലാ ശൗഖൻ ഇലാ ജന്നത്തിഹി, സ്വർഗത്തിലേക്ക് ആഗ്രഹം ഉണ്ടായിട്ടുമല്ല, സ്വർഗം ആഗ്രഹിച്ചിട്ടുമല്ല, അള്ളാഹിൻ്റെ നരകത്തെ തൊട്ട് പേടിച്ചിട്ടുമല്ല. പിന്നെ എങ്ങനെ? ബൽ ഹുബ്ബൻ ലഹു, അള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട്, അള്ളാഹിനോടുള്ള ആ മഹബത്ത് കൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു. അള്ളാഹിനോടുള്ള മഹബത്ത്, അത് മാത്രം. ഇതാണ് ഏറ്റവും നിഷ്കളങ്കമായ ഇബാദത്ത്. 3 മർത്തബ ഇഖ്ലാസിനുണ്ട്, 3 സ്ഥാനമുണ്ട്. അതിൽ ഏറ്റവും അത്യുന്നതമായ സ്ഥാനം ഇതാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം. അവിടെ വേറെ യാതൊന്നും ഐഹികമായ ചിന്തയാവട്ടെ പാരത്രികമായ ചിന്തയാവട്ടെ ഒന്നുമില്ലാതെ അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ടുള്ളതായ ഇബാദത്ത്. ബൽ ഹുബ്ബൻ ലഹു, അള്ളാഹിനോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബ് വെച്ചുകൊണ്ട് അദ്ദേഹം ഇബാദത്ത് ചെയ്തു. ഫഖദ് അബാഹഹു അൻ നദറ ഇലൈഹി ഇലാ യൗമിൽ ഖിയാമ, തന്നിമിത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അള്ളാഹനങ്ങനെ നോക്കിയിരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹനങ്ങനെ കാണാനുള്ള മഹാഭാഗ്യം. ആ കാണുന്ന രൂപം എങ്ങനെയാണ്? അത് ഖൽബിയായ ഒരു ആത്മനിർവൃത്തിയാണോ, അതല്ല ശരീരത്തിൻ്റെ ബാഹ്യമായ ഏതെങ്കിലും കഴിവ് കൊണ്ടിട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ജല്ല ജലാലുവായ അള്ളാഹുവിനെ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു. നല്ല ഉയർന്ന ഭാഗത്താണ് അവരുടെ ഖബറുള്ളത്. കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി അങ്ങ് പോയാൽ കഴിഞ്ഞാൽ ഒരു ഉയർന്ന സ്ഥലത്താണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിനിക്കെല്ലാം ഖബർ ഇറാഖിലുള്ളത്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബൊക്കെ പ്രകാശിപ്പിച്ച് തരുമാറാകട്ടെ. മറ്റേ 2 ആൾക്കാരാരാ? സ്വർഗത്തിലെ സുപ്രണ്ടിരുത്തിരുന്നിട്ട് മലായിക്കത്ത് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന 2 ആൾക്കാരാരാ? വദക്കറ അന്നൽ ആഖറൈനി ബിശ്ർ ഇബ്നുൽ ഹാരിസ്, മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആവുന്ന വലിയ സൂഫിവര്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ, മറ്റത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. 4 ഇമാമിയങ്ങളിൽപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആണ് ആ സ്വർഗത്തിൻ്റെ കവാടത്തിൽ വരുന്ന ആളുകളെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാരെ കടത്തിവിടുന്നു, വേറെ ചില ആൾക്കാരെ മടക്കി അയക്കുന്നു. ആ ഒരു ഭാഗ്യം ലഭിച്ചത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനിക്കാണ്. മറ്റത് ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ഹദീസിൽ കാണാം. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാ അബത്തുല്ലാഹ ഖൗഫൻ മിനന്നാർ, ഞാൻ നരകത്തെ തൊട്ട് പേടിയുണ്ടായിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിച്ചിരുന്ന ഒരു മഹദിയാണ്. സ്ത്രീകളെ കൂട്ടത്തിൽ വലിയ ആബിദത്തായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ താഴ്ഭാഗത്തായിട്ട്, ബൈത്തുൽ മുഖദ്ദസ് നല്ല ഉയർന്ന ഭാഗത്താണ്, അത് പല സ്റ്റെപ്പുകൾ കയറിയിട്ടേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഭാഗത്ത് റാബിയത്തുൽ അദബിയ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമുണ്ട്. നല്ല തണുപ്പാണ് അവിടെ. സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. അവർ പറഞ്ഞു, മാ അബത്തുല്ലാഹ ഖൗഫൻ മിനന്നാർ, നരകത്തെ തൊട്ട് പേടിച്ചിട്ട് ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല, നരകത്തിൽ കടത്തും എന്ന് പേടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. വലാക്കിൻ ഫഅകൂനു കൽ അബ്ദി സൂഇ, അപ്പം ഞാൻ ഒരു സ്വഭാവദൂഷ്യമുള്ള ഒരു അടിമയെ പോലെ ആവൂലേ. കാരണം സ്വഭാവദൂഷ്യമുള്ള അടിമൻ്റെ സ്വഭാവം യജമാനൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊക്കെ കണ്ടാലേ അവൻ പണിയെടുക്കുള്ളൂ. അതേമാതിരി എനിക്ക് അള്ളാഹുവിൽ നിന്ന് പേടിയുണ്ടായാലല്ലേ ഞാൻ അമല് ചെയ്യുള്ളൂ എന്ന അവസ്ഥ വരൂലേ. അപ്പോൾ ഒരു മോശം സ്വഭാവക്കാരനായ ഒരു അടിമയെപ്പോലെ ഞാനാകും. ഞാൻ അങ്ങനെ ഇബാദത്ത് ചെയ്തിട്ടില്ല. വലാ ഹുബ്ബൻ ലിൽ ജന്നത്തി, സ്വർഗത്തിനോടുള്ള മഹബത്തുകൊണ്ടും ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫഅകൂനു കൽ അജീരി സൂഇ, ഒരു മോശമായ ഒരു തൊഴിലാളിയെപ്പോലെ, സ്വഭാവദൂഷ്യമുള്ള തൊഴിലാളിയെപ്പോലെ ആകും ഞാൻ. അങ്ങനെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നരകത്തെ തൊട്ട് പേടിച്ചുകൊണ്ടോ ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ലെന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഒരു ക്ലാസ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വിഷയം അങ്ങനെയാക്കിയത്. ഇബാദത്തിൻ്റെ അന്തസത്ത, ഇബാദത്ത് ചെയ്യുന്നതുകൊണ്ടുള്ളതായിരിക്കുന്ന നേട്ടം, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ ഇച്ഛകളിൽ നിന്നിട്ട്, ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടു നിർത്താനാണ് ഓരോ ഇബാദത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം ഇതാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം. അസ്അലുക റിളാക വൽ ജന്ന, അള്ളാഹിൻ്റെ പൊരുത്തം എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇബാദത്തിനോട് കൂടെ ഉദ്ദേശിച്ചുകൂടാ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹുക്കിയാൻ അത്താഇ സുലമി റളിയല്ലാഹു തആല അൻഹു ബഖിയ 7 അയ്യാമിൻ, മഹാനായ അത്താ റളിയല്ലാഹു തആല അൻഹു 7 ദിവസം ലം യദുഖ് ഷൈഅൻ മിന തആം, ഒരു ഭക്ഷണവും കിട്ടാതെ 7 ദിവസം കഴിച്ചു കൂട്ടി. ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണ്, ഭക്ഷണമൊന്നും കിട്ടിയില്ല. വലം യഖ്ദിർ അലാ ഷൈഇൻ, ഒന്നിനും മൂപ്പർക്ക് ശക്തിയും ഇല്ലാതെയായി. 7 ദിവസം തുടർച്ചയായി ഭക്ഷണവും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായി. ഫസുറ ഖൽബുഹു ബിദാലിക വഅത സുറൂർ, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൽബിനിക്ക് നല്ല സന്തോഷം, അങ്ങേയറ്റത്തെ സന്തോഷം. 7 ദിവസം തുടർച്ചയായി ഭക്ഷണം കിട്ടാതെ ക്ഷീണിച്ച അവസരത്തിൽ നല്ല സന്തോഷം, ഹൃദയത്തിന് സന്തോഷം. ശരീരത്തിലേക്ക് ക്ഷീണം ഉണ്ടായിട്ടുണ്ടാവും, ഹൃദയത്തിന് നല്ല സന്തോഷം. ഫഖാല യാ റബ്ബി, എൻ്റെ റബ്ബേ. അപ്പോൾ മഹാനായ അത്താഉ സുലമി റളിയല്ലാഹു തആല അൻഹു അള്ളാഹിനോട് പറയാണ്, ഇല്ലം തുത്ഇമിനി 3 അയ്യാമിൻ ഉഖർ, വേറെ ഒരു 3 ദിവസം കൂടി എനിക്കിനി ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ 7 ദിവസം എനിക്ക് ഭക്ഷണം തന്നില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഇനിയൊരു 3 ദിവസം കൂടി നീ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ലഉസല്ലിയന്ന ലക അൽഫ റക്അഹ, ഞാൻ 1000 റക്അത്ത് എനിക്ക് നിസ്കരിക്കാം, 1000 റക്അത്ത് ഞാൻ നിസ്കരിക്കാം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ വക്കലിൽ നിന്നുള്ള ഈ പരീക്ഷണം അത് സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കുകയാണ്. ഭക്ഷണം കിട്ടാതിരിക്കുക എന്നുള്ളത് അതൊരു വിഷമമായിട്ടല്ല കണ്ടത്, ഐഹികമായ സൗകര്യങ്ങൾ കിട്ടാതിരിക്കുന്നത് ഒരു വിഷമമായിട്ടല്ല കണ്ടത്, അതൊരു അള്ളാഹിൻ്റെ വക്കലിൽ നിന്നുള്ളൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അള്ളാഹിനോട് കൂടുതൽ അടുക്കാൻ കാരണമാകും. അപ്പോൾ അത്താഉ സുലമി റളിയല്ലാഹു തആല അൻഹു അള്ളാഹിനോട് പറഞ്ഞത്, ഒരു 3 ദിവസം കൂടി ഭക്ഷണം തരാതെ അപ്പോൾ 10 ദിവസമായല്ലോ, ഞാൻ 1000 റക്അത്ത് ഞാൻ നിസ്കരിക്കും, അതിന് നന്ദിയായിട്ട് 1000 റക്അത്ത് നിസ്കരിക്കും എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ ഈ മഹാന്മാരുടെ ഒക്കെ ലക്ഷ്യം അതാണ്, അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുക എന്നത് മാത്രം. അള്ളാഹ് കൽപ്പിച്ച കാര്യം ചെയ്യുന്നതും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. വഖീല ഇന്ന ഫത്ഹനിൽ മൗസിലി റളിയല്ലാഹു തആല അൻഹു, ഫത്ഹുൽ മൗസിലി എന്ന് പറയുന്ന വലിയ മഹാൻ, റജാ ലൈലത്തൻ ഇലാ ബൈത്തിഹി, തൻ്റെ വീട്ടിലേക്ക് ഒരു രാത്രി ചെന്നു. ഫലം മിജിദ് അഷാഅൻ, രാത്രി ചെന്ന് നോക്കുമ്പോൾ അവിടെ വൈകുന്നേരത്തെ ഭക്ഷണമൊന്നുമില്ല വീട്ടിൽ. വലാ സിറാജൻ, അവിടെ വിളക്ക് എത്തിക്കാനുള്ള വിളക്കില്ല പെരയിൽ, അതിനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ വിളക്ക് എത്തിക്കാനുള്ള സംവിധാനമില്ല, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. വലാ ഹതബൻ, വിറകുമില്ല, എന്തെങ്കിലും വിറക് കൂട്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനത്തെ വിറകുമില്ല. ഫഅഖദ യഹ്മദുല്ലാഹ തആല വയതളറഉ ഇലൈഹി, അപ്പോൾ മഹാനായ ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയാൻ തുടങ്ങി.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ബുദ്ധിമുട്ടും വിഷമമില്ല പറയണത്. വയതളറഇലൈഹി, അള്ളാഹുലേക്ക് വിനയം പ്രകടിപ്പിച്ച് അൽഹംദുലില്ലാ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ടൊരു വാക്ക് പറയാം, ഫതഹുൽ മൗസിലി വാക്ക് പറയാം, യഖൂലു ഇലാഹി ലി അയ്യി സബബിൻ വബി അയ്യി വസീലത്തിൻ വസ്തിഹ്ഖാഖിൻ ആമൽതനി ബിമാ ആമൽത ബിഹി ഔലിയാക്ക്. അള്ളാഹുവേ, ഈ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് എനിക്കിപ്പോൾ തന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കൽ ഔലിയാക്കന്മാരെയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ഭക്ഷണമില്ല, വിളക്കെത്തിക്കാനുള്ള സംവിധാനമില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ തീ പിടിപ്പിക്കാനുള്ള വിറകുമില്ല. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കൽ എൻ്റെ ഔലിയാക്കന്മാരെയാണ്. അപ്പോൾ അതിന് മാത്രം ഇപ്പോൾ ഞാനെന്താ ചെയ്തത്? വലിയ അമലെന്തപ്പോൾ ഞാൻ ചെയ്തത്? ഈ രൂപത്തിലൊരു പരീക്ഷണം തരാം. പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് അതാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണ് അള്ളാഹ് കൂടുതൽ പരീക്ഷിക്കുക. ഇദാ അഹബ്ബല്ലാഹ അബ്ദൻ സ്വബ്ബ അലൈഹിൽ ബലായ സ്വബ്ബൻ. അള്ളാഹു ഒരാളോട് മഹബത്ത് വെച്ചാൽ, ഒരാളോട് അള്ളാഹ്ക്ക് ഹുബ്ബുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ തുടരെ വരുന്നതാണ്. അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ തുടരെ വരും. അങ്ങനെ തുടരെ വന്നിട്ട് ആ പരീക്ഷണങ്ങളെ അവൻ അതിജയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ഇങ്ങനെ കൂടുതലായി കിട്ടും. മഹാനായ ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഈ രൂപത്തിലൊക്കെ പരീക്ഷിക്കുന്നത് ഔലിയാക്കന്മാരെയാണ്. അങ്ങനെ ഇപ്പോൾ ഔലിയാക്കന്മാരുടെ സ്ഥാനത്തേക്കൊക്കെ ഞാൻ എത്താൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നായിരുന്നു ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ചിന്ത അങ്ങനെയായിരുന്നു. വഖാല ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒരു ദിവസം ഈ ഫതഹുൽ മൗസിലി എന്ന് പറയുന്ന അവിടെ ആ മകള് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതെ റൂമിൽ അടച്ചിരിക്കുക. കാരണം എന്താ? വസ്ത്രമില്ല, ഔറത്ത് മറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രമില്ല. അപ്പോൾ വസ്ത്രം ഇല്ലാതെ മഹദി വീട്ടിൽ തന്നെ കൂടിയിരിക്കണം. വെരിയത്ത് ഫഖീല ലഹു അലാ തത്ലുബു മൻ യക്സുവഹ ഫഖാല ലാ അക്സുവഹ ഹത്താ യറല്ലാഹ ഉറിയഹ. അപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു, മോളിങ്ങനെ വസ്ത്രമൊന്നുമില്ലാതെ പുറേന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ വീട്ടിലിരിക്കല്ലേ, അതിനെന്തെങ്കിലും സംവിധാനം ചെയ്തൂടെ എന്ന് ഫതഹുൽ മൗസിലിയോട് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, അള്ളാഹു കാണുന്നുണ്ടല്ലോ ഇതൊക്കെ, അള്ളാഹ്ക്കറിയാലോ. അപ്പോൾ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണട്ടെ, കണ്ടിട്ട് ഞാൻ ക്ഷമിക്കുന്നത് അള്ളാഹു അറിയട്ടെ. എൻ്റെ മോൾക്ക് വസ്ത്രം ധരിക്കാൻ വസ്ത്രമില്ലാതെയാണ് എൻ്റെ മോൾ അവിടെ ഉള്ളത് എന്നുള്ള അവസ്ഥ അള്ളാഹ്ക്കറിയാം. അതേ രൂപത്തിൽ ഞാൻ ക്ഷമിക്കുന്നതും അള്ളാഹ്ക്കറിയാം. അപ്പോൾ എൻ്റെ ക്ഷമ ജല്ല ജലാലുവായതായ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയട്ടെ, ഞാൻ ക്ഷമിച്ചോളാം എന്ന് മഹാനായ ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. തന്നെയുമല്ല, മഹാനവറുകൾ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഈ കുട്ടികളെല്ലാം കൂടി ഒരു പുതപ്പിൻ്റെ ഉള്ളിലാക്കും. ആകെ ഒരു പുതപ്പേ ഉള്ളൂ. ആ പുതപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് അല്ലാഹുമ്മ അഫ്ഖർതനി വഅഫ്ഖർത ഇയാലി, അള്ളാഹുവെ ജിന്നെ ഫക്കീറാക്കി, എൻ്റെ കുട്ടികളെയും ഫക്കീറാക്കി. ഞാൻ മാത്രമല്ല ഫക്കീർ, കുട്ടികൾക്ക് തണുപ്പ് സമയത്ത് ധരിക്കാൻ വസ്ത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ആകെ ഒരു കരിമ്പടമുണ്ട്. ആ കരിമ്പടത്തിൽ എല്ലാத்தைയും കൂടി ആക്കിയിട്ട് ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല അൻഹു പറയും, റബ്ബേ നീ എന്നെ ഫക്കീറാക്കി, എൻ്റെ കുട്ടികളെയും ഫക്കീറാക്കി. വജവ്വഅ്തനി ഇയാലി, ജവ്വഅ്തനി നീ എനിക്ക് വിശപ്പ് തന്നു, എൻ്റെ കുട്ടികളെയും നീ പട്ടിണിക്കിട്ടു, എന്നെ നീ പട്ടിണിക്കിട്ടു, എൻ്റെ കുട്ടികളെയും പട്ടിണിക്കിട്ടു. വഅറൈത ഇയാലി, അല്ലാഹുവേ എന്നെ നീ വസ്ത്രമില്ലാത്തവനാക്കി, എൻ്റെ കുട്ടികളെയും വസ്ത്രമില്ലാത്തവനാക്കി. ഇന്നമാ തഫ്അലു ഹാദാ ബിഔലിയായിക വഅഹ്ബാബിക. ഇങ്ങനൊക്കെ പരീക്ഷിക്കൽ, ഇതൊക്കെ വല്ലാത്തൊരു പരീക്ഷണം. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നീ ചെയ്യൽ ബിഔലിയായിക വഅഹ്ബാബിക, എന്നോട് വലിയ മഹബത്തുള്ള നിൻ്റെ ഔലിയാക്കന്മാർ, ഇവരെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. എന്നോട് നല്ല മഹബത്തുള്ള ഔലിയാക്കന്മാർ, ഇവരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എന്ത് അമലാണ് ഞാൻ ചെയ്തത്? ഈ രൂപത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ എത്തിക്കാൻ എന്ത് അമലാണ് ഞാൻ ചെയ്തത് എന്നാണ് ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ ഐഹികമായ പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൂടാ, ഒരിക്കലും അത് ബാധിച്ചുകൂടാ. ഇബാദത്തിനേക്ക് തടസ്സമായിക്കൂടാ. ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം എന്നതായിരിക്കണം. ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുവാനുള്ള മഹാഭാഗ്യം
നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.